ഞാൻ എൻ്റെ അങ്കത്തട്ടിലിറങ്ങി അംഗം തുടങ്ങുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ആയില്ലേ. അപ്പം ഇന്ന് തൊട്ട് പതുക്കെ ആരംഭിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് ദാ രാവിലെ എഴുന്നേറ്റ് വീഡിയോ ഒക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഉള്ളിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ചപ്പാത്തിക്കൊക്കെ പൊടി കുഴച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ ഒരു 5 മിനിറ്റ് ഇരിക്കുകയും ചെയ്യും. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ നടക്കുവേ. ഒന്നിലെ ചപ്പാത്തി, അല്ലെ പാലപ്പം, ദോശ, ഇഡലി, പുട്ട്. ഇതാണല്ലോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സാധന സാമഗ്രികൾ. അപ്പം ഇന്ന് എന്താണേലും എനിക്ക് ചപ്പാത്തിക്കുള്ള പരിപാടിയൊക്കെ നോക്കുവാണ്. ഇപ്പം ചുട്ടന് പോകണ്ട, അവന് സ്റ്റഡി ലീവ് ആയത് കാരണം അവന് പരിപാടികളൊന്നുമില്ല. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്നുള്ള പരിപാടികൾ ഒന്നും തന്നെ നടത്താറില്ല ഇപ്പം. രാവിലെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ആർക്കും പോകണ്ടാത്തത് കാരണം അവന് പരീക്ഷ ഉള്ള ദിവസം മാത്രമേ ഇപ്പം രാവിലെ എഴുന്നേൽക്കുള്ളേ. എന്താണേലും ഇന്ന് തൊട്ട് വീഡിയോസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇടണമെന്നൊക്കെ വിചാരിച്ചിട്ട് രാവിലെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ ട്വിസ്റ്റ് നടന്നിട്ട് എല്ലാം പകുതി കണ്ട് നിർത്തേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. അത് ഞാൻ പയ്യെ കാണിച്ചു തരാവേ. വഴിയെ ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നു ആ ട്വിസ്റ്റ് എന്നുള്ളത്. അപ്പം ഞാൻ ദേ കണ്ടല്ലോ, ചപ്പാത്തിക്ക് പൊടിയൊക്കെ കുഴച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പെണ്ണ് ചപ്പാത്തി വരുത്തുക. ഈ സാധനം കണ്ടു കഴിഞ്ഞ് ഞാൻ അപ്പം എടുത്തുകൊണ്ട് പോകും. ഇന്നിപ്പോൾ പാലൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞത് കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അവൾക്ക് എന്താണേലും അംഗനവാടി പോകണം. ഇപ്പം ആരൊക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും പുള്ളിക്കാരിക്ക് അംഗനവാടി പോകാനായിട്ട് മടിയൊന്നുമില്ല കേട്ടോ. അതേസമയം എൻ്റെ ചുട്ട നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവനൊരു 2ാം ക്ലാസ് വരെ നല്ല കരച്ചിലായിരുന്നു. അംഗനവാടി സമയത്തൊക്കെ അവൻ പോകത്തേ ഇല്ലായിരുന്നു, എന്നും കരച്ചിൽ തന്നെയായിരുന്നേ. ഇവള് നേരെ ഓപ്പോസിറ്റ്. ഇവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആരൊക്കെ വീട്ടിലുണ്ട്, എന്തെല്ലാം പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാലും അവള് പൊക്കോളും. ഞാൻ ദാ ഇപ്പം സവോള പൊളിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പൊളിച്ചു തരാന്നൊക്കെ പറഞ്ഞ് എൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. ഒരുമാതിരി വൃത്തിയായിട്ടൊക്കെ പൊളിക്കും കേട്ടോ. സവോള പൊളിക്കാന്, വെളുത്തുള്ളി പൊളിക്കാന്, ഇതൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കും. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും വന്ന് ചെയ്തു തരുന്ന ആളൊന്നും അല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം വലിയ പ്രായമായോന്ന്. അങ്ങനെ വെച്ച് പറഞ്ഞല്ല അല്ല കേട്ടോ. ഇഷ്ടമുള്ളത് കാരണം അതാണ്ട് ഇതിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ നേരെ എണ്ണയൊക്കെ ഒഴിച്ച് സവോള വഴറ്റാനുള്ള പരിപാടിയാണ്. ഇന്നിനി സവോളയും രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്ക് ചോറിന് എന്ത് കറി വെക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യണമെന്നുള്ളത് ഇതുവരെ ഒരു തീരുമാനമായില്ല. ഇനി പതുക്കെ ആലോചിച്ച് കണ്ടുപിടിക്കണം ഇനി എന്ത് കറി വെക്കണമെന്നുള്ളത്. അപ്പം സവോളയൊക്കെ അവിടെ വഴറ്റാനായിട്ട് വെച്ചിട്ട് നേരെ നമ്മുടെ അരി ഇടാനുള്ള പരിപാടി കേട്ടോ. അപ്പം ഇത് ഞാൻ അംഗനവാടി വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് ചോറൊക്കെ കറക്റ്റായിട്ട് വെന്ത് ഊറ്റുന്ന പരുവമായിക്കോളും. നമുക്ക് വലിയ പണിയില്ലല്ലോ. തീ നന്നായിട്ട് കത്തുമെന്നുണ്ടെങ്കിൽ അതവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ സത്യത്തിൽ എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടൊരു കുക്കിംഗ് വീഡിയോ പോലെ ആയിപ്പോയി. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓരോ ദിവസം ഉണ്ടാക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഞാൻ വീഡിയോസിൽ ഇടുന്നത്. അല്ലാതെ ഒരു പരിപാടിയും നടക്കുന്നേ ഇല്ല. ഇന്ന് തൊട്ട് എന്താണേലും എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തുടങ്ങിയതായിരുന്നു. ഉള്ളിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് എന്നാൽ ഇത്തിരി ക്യാബേജ് തോരൻ വെക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ക്യാബേജൊക്കെ എടുത്ത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു ക്യാമ്പ് നടപ്പുണ്ട് ഹെൽത്ത് സെൻറ്ററിൽ. DDRCയും ഹെൽത്ത് സെൻറ്ററുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു ക്യാമ്പ്, അതായത് ക്യാൻസർ എന്തുമായിരുന്നു അങ്ങനെ എന്തോ സംഭവം, ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് ഗർഭാശയത്തിൻ്റെയോ ബ്രസ്റ്റിൻ്റെയോ. അപ്പം അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പം അങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് വിളിച്ചു. അപ്പം ഞാൻ ക്യാബേജൊക്കെ അരിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ വിട്ടതിന് ശേഷം വന്ന് ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവർ വിളിച്ച് പറഞ്ഞത് ഇന്ന് തന്നെ വാ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ എന്ത് ചെയ്യാനായിട്ടാ, ക്യാബേജ് അവിടെ ഇട്ടിട്ട് വേഗം ഞാൻ അങ്ങോട്ടേക്ക് പോയി. അതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഉച്ചയ്ക്കത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസും പിന്നെ എൻ്റെ വിശേഷങ്ങളും ഒക്കെ ചേർത്ത് കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് കത്തിയൊക്കെ വെച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ച് പ്ലാനൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ചീറ്റിപ്പോയി. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും ഓരോ ദിവസവും മുന്നോട്ട് പോകണമെന്നൊന്നും ഇല്ലല്ലോ. എന്താണേലും ഞാൻ ഉള്ളിക്കറിയൊക്കെ വെച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് കയറി ഇരിക്കുന്നുണ്ടോ. അവള് രാവിലെ കളിക്കാനായിട്ട് കയറിയേക്കും. ഇപ്പം ചേട്ടായിയും കുഞ്ഞിപ്പെണ്ണും കൂടെ എന്നും ഉച്ച കഴിഞ്ഞാൽ സാധാരണ അവിടെ കയറിയിരുന്ന് കളിക്കുന്നത്. വാഷിംഗ് മെഷീൻ്റെ പെട്ടി, ആ പെട്ടിക്കകത്ത് കയറിയിരുന്ന കളിയൊക്കെ. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. എൻ്റെ ചെറുക്കാപ്പി എന്നാലും ഉറക്കമാണേ, അവൻ ഇതുവരെ എഴുന്നേറ്റില്ല.
അവന് പോകണ്ടാത്ത കാരണം അവന് നല്ല സൂപ്പർ ഉറക്കമാണ്. അപ്പം ഞാൻ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, കറി ഓൾറെഡി ഉണ്ടാക്കി എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ഇതാ ഉണ്ടാക്കി മാറ്റുവാണ്. ഇതെല്ലാം വേഗം എടുത്ത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പ്ലേറ്റും അതിൻ്റെ പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി പറക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പണിയെല്ലാം തീർന്നു. അപ്പോൾ കാപ്പിപ്പൊടിയും ചായ പൊടിയൊക്കെ ഞാൻ ദാ കുറച്ച് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയൊരു എനിക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ചായ, കാപ്പി ഇങ്ങനെയുള്ള സാധന സാമഗ്രികൾ ഞാൻ കുറച്ചു. ഇപ്പം രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ കാപ്പി രാവിലെ കോമൺ ആയിട്ട് ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേ കാപ്പി എടുക്കുന്നത് പോലെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. മൊത്തം കുടിക്കാറൊന്നുമില്ല. ഇന്ന് ഞാൻ എടുത്തതിനകത്ത് ഒരു കവള് മാത്രമേ കുടിച്ചത്. ബാക്കി ഞാൻ നേരെ അച്ചാച്ചന് കൊടുത്തു കേട്ടോ. പിന്നെ ഇതുവരെ ചായയൊന്നും അതിൻ്റെ ഇടയിൽ ഇട്ടില്ല, കുടിച്ചതുമില്ല. ഇനി ഫുഡ് കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വരുമ്പം ചായ ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചു. 1, 2 അങ്ങേയറ്റം, അതിൻ്റെ അപ്പുറത്തോട്ടില്ല എന്നുള്ളത് തന്നെ ആക്കി. കാപ്പി ഞാൻ ഒരു കവളിലേക്ക് മാത്രമായിട്ട് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവൾക്ക് കൊടുത്തു വിടാനായിട്ടുള്ള പപ്പടമൊക്കെ വറുത്ത് വെക്കുവാണ്. ഈ കളറുള്ള പപ്പടമാണ്, അത്ര സുഖമുള്ള സാധനമല്ല ഇതിൻ്റെ കളറ്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ പെങ്കൊച്ച് ഭയങ്കര വഴക്കായിരുന്നു, ഇത് മതിയെന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് മാത്രം ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോരുന്നതാണ്. അപ്പോൾ അവൾക്കുള്ള പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ട് നേരെ ഇത്തിരി എന്തുവായിരുന്നു നമ്മുടെ പക്കാവട, അതും കൂടെ എടുത്ത് വെക്കുവാണ്. ഇതൊന്നും കണ്ടാൽ വിടത്തില്ലാത്ത ഞാനാണ്, പക്ഷേ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഞാൻ കുറച്ചു കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ചായ കുടിയിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ ഇടാവേ. എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഇടാതിരിക്കത്തൊന്നുമില്ല. ഉറപ്പായിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ ഇടാം. എന്തൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞുതരാവേ. അപ്പോൾ അവളുടെ ബാഗിനകത്ത് അവളുടെ സാധന സാമഗ്രികളെല്ലാം എടുത്ത് വെച്ചു. കഴിക്കാനായിട്ട് കൊടുത്തത് ഒരു ചപ്പാത്തിയും കൊണ്ട് പോയ ആൾ അത് ഇവിടം വരെ എത്തിയതേ ഉള്ളൂ. പകുതി തണ്ട മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ എങ്ങാണ്ട് കൊണ്ട് കളഞ്ഞു, എവിടെയോ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത്തിരി വെള്ളം എങ്ങനെയും കുടിപ്പിക്കാന്നുള്ള വലിയൊരു ടാസ്കിലോട്ട് കയറിയിരിക്കുകയാണ്. വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. നേരത്തെയൊക്കെ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുമായിരുന്നു. ഇപ്പം വെള്ളം കുടിയൊക്കെ ഭയങ്കര മടിയായിട്ട്. അതിനോട് കൂട്ടി അവൾ വേണമെങ്കിൽ വന്ന് പാല് കുടിച്ചോളൂ. ദാഹിക്കുന്ന സമയത്ത് അവൾ വന്ന് ചോദിക്കുന്ന പാലാണ്. ഈ പാലുകൂടി ഇനി എങ്ങനെ നിർത്തുമെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല. ഞാൻ 2 ദിവസം ഒന്ന് മാക്സിമം ശ്രമിച്ചു വൈകിട്ട് രാത്രി കിടക്കുമ്പം കൊടുക്കാതിരിക്കാനായിട്ട്. പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ വെള്ളം കുടിയും ആഹാരം കഴിപ്പും ഒക്കെ കഴിഞ്ഞ് കുളിപ്പീരൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയാക്കി അംഗനവാടി പോകാനായിട്ടുള്ള പരിപാടിയാണ്. ഉടുപ്പൊന്നും നമ്മൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇഷ്ടത്തിന് ഇടത്തില്ല. അവൾ തന്നെ തപ്പിയെടുത്ത് വെച്ചിട്ടേ പോകത്തുള്ളൂ, അതിട്ടോണ്ടേ പോകത്തുള്ളൂ. നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. അവൾക്ക് അവളുടേതായ ഡ്രസ്സ് എടുക്കുന്നതും കാര്യങ്ങളും ഒക്കെ അവളുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകാനായിട്ട് തന്നെ പറ്റി. നിന്ന് തന്നത് എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ അത് നിൽക്കുന്ന പരിപാടി അവൾക്കില്ല. മുടി ചീകാനേ മുടി കെട്ടാനൊന്നും തീരെ ഇഷ്ടമുള്ള ഒരാളല്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, പുറത്തോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് അവിടെ നിന്ന് വരുവേ. അപ്പോൾ ആ മുടി ചീകലും ഡ്രസ്സ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈശോയോടും മാതാവിനോടും കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ടാറ്റ ഒക്കെ കൊടുത്തിട്ട് നേരെ അംഗനവാടി പോലെ ഒരുങ്ങി ഇറങ്ങുവാണ്. എൻ്റെ ഒരുക്കവും കാര്യങ്ങളും അല്ല, എൻ്റെ ഒരുക്കമല്ല, ഞാൻ അവളെ ഒരുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അവൾ അവളുടേതായ രീതിയിൽ മൊത്തത്തിലൊന്ന് നോക്കുക, ഇതൊക്കെ സെറ്റാണോന്നൊന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളെയൊക്കെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്ന് ഞാൻ ചായ വെക്കുവാണ്. ചായയൊക്കെ വെച്ച് ഫുഡ് കഴിപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ക്യാബേജ് അരിയാനായിട്ട് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞ ക്യാമ്പിൻ്റെ കാര്യം അറിയുന്നത്. പിന്നെ നേരെ ക്യാബേജ് അവിടെ അരിഞ്ഞാനുള്ളത് അവിടെ എടുത്ത് വെച്ച് മൂടി വെച്ചിട്ട് ഞാൻ ഒരൊറ്റ പോക്ക് പോയിരുന്നു. വേഗം തന്നെ അച്ചാച്ചൻ ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പോൾ അച്ചാച്ചനെയും കൂട്ടി ക്യാമ്പിന് ഞാനങ്ങ് പോയി. പക്ഷെ അവിടെ ചെന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് വേറെ എഴുതി തന്നിട്ട് അവർ വീട്ടിലോട്ട് വിട്ടു കേട്ടോ, പുറത്ത് പോയി നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും നടന്നില്ല. പക്ഷെ ഞാൻ പോയി, ചെന്നല്ലോ, അത്രയും മതി, ഉള്ളതാവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഉള്ള കറിയും കൂട്ടി ഓൾറെഡി വന്നപ്പോൾ 1:30 പിന്നെ ഉള്ള കറിയൊക്കെ കൂട്ടി ക്യാബേജിൻ്റെ ബാക്കി ഞാൻ തോരനും വെച്ച് ഇച്ചിരി ചമ്മന്തി അരച്ചിട്ട് അച്ചാറും കൂട്ടി ചോറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.